തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വിജയത്തുടക്കമിട്ടിരിക്കുകയാണ് LJP. NDA ഘടകകക്ഷിയായ LJPക്ക് കേരളത്തിലെ ഏക വിജയമുണ്ടായത് പത്തനംതിട്ട നാരങ്ങാനം പഞ്ചായത്തിലാണ്. ബീഹാറിലെ മിന്നും പ്രകടനത്തിന് പിന്നാലെ കേരളത്തിലും വിജയത്തുടക്കമിടാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് മെമ്പർ ബിന്ദുമോളും പ്രവർത്തകരും. ഗോകുൽ രമേശ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. NDAയുടെ ഘടകകക്ഷിയായി മത്സരിച്ച LJPയുടെ കേരളത്തിലെ ഏക മെമ്പർ, അതായത് കേരളത്തിൽ ജയിച്ചിട്ടുള്ള ഏക LJP മെമ്പർ, അത് പത്തനംതിട്ട ജില്ലയിലെ നാരങ്ങാനം ഗ്രാമപഞ്ചായത്തിലാണ്. മെമ്പറായിട്ടുള്ള ചേച്ചി നമ്മളോടൊപ്പം ഉണ്ട്. ബിന്ദുമോളാർ നമ്മളോടൊപ്പം ചേരുകയാണ്. ചേച്ചിയോട് കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കുക. ചേച്ചി ആദ്യം തന്നെ ഒരു അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് വിജയിച്ചതിൽ. ഇപ്പം എന്താണ് തോന്നുന്നത്? ഇപ്പം നമ്മുടെ ആ ഒരു LJP എന്ന് പറയുന്നത് കേരളത്തിലധികം വേരോട്ടമില്ലാത്തൊരു പാർട്ടിയിൽ നിന്നുകൊണ്ട് നമ്മുടെ സ്ഥലത്ത് വലിയ വിജയം കൈവരിച്ചിരിക്കുകയാണ്. അതൊരു വലിയ കാര്യം തന്നെയാണ്. അതന്നെ, വലിയ സന്തോഷം. കാര്യം ആദ്യത്തെ ഒരു വിജയിയാവാൻ പറ്റിയ തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അതിന് ആദ്യം തന്നെ ദൈവത്തോട് നന്ദി പറയുന്നു. പിന്നെ എൻ്റെ കൂടെ പ്രവർത്തിച്ചവർ, പിന്നെ നല്ലവരായ നാട്ടുകാർ, അവർ കാരണം വന്നല്ലോ ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. ഭയങ്കര സന്തോഷം. ചേച്ചിയുടെ ഭൂരിപക്ഷമൊക്കെ എങ്ങനെയായിരുന്നു? 53 ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ CPM-നെയാണ് പരാജയപ്പെടുത്തിയത്. അതെ, 45 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന അവരെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടായത്. അപ്പോൾ ഇനി ജനങ്ങൾക്ക് മുന്നിൽ വെച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതൊക്കെ അല്ലെങ്കിൽ ഇനി ചേച്ചിയുടെ പ്ലാനിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ വികസനത്തിന് വേണ്ടിയിട്ട്? അവരെന്നെ പ്രതീക്ഷിച്ചിട്ടല്ലേ, എന്നിൽ എന്തോ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവരെന്നെ വിജയിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ എന്താണോ അത് മനസ്സിലാക്കി അവർക്ക് സത്യസന്ധമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോയി അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നത് തന്നെയാണ്. ജനങ്ങളോടൊപ്പം തന്നെ തീർച്ചയായിട്ടും ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ജനങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും. ആ ജനങ്ങളോട് എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എല്ലാവരോടും നന്ദി. തീർച്ചയായിട്ടും. നമ്മുടെ വാർഡിലെ അടിസ്ഥാനമായിട്ട് ഇനി ആവശ്യങ്ങൾ ഇല്ലെങ്കിൽ ഈ 45 വർഷം CPM ഭരിച്ചു എന്ന് പറഞ്ഞു, ഇവിടെ ഇനി ഉണ്ടാവേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ വികസനത്തിന് മുരടിച്ചൊക്കെ എങ്ങനെയൊക്കെയാണ്? ഇനി അവിടെ നിന്ന് ആദ്യം തൊട്ട് ഒന്നേനും പറഞ്ഞ് തുടങ്ങിയാലേ റോഡായാലും കൊള്ളാം, സ്ട്രീറ്റ് ലൈറ്റുകളൊന്നും തന്നെ വീട്ടിലോട്ട് പോകുന്ന വഴിവിളക്കുകളൊന്നുമില്ല. അതെല്ലാം അംഗൻവാടി, ഞങ്ങൾക്ക് പ്രധാനമായിട്ട് ഒരു അംഗൻവാടിയാണ്. പിന്നെ ബാക്കിയൊക്കെ ഇപ്പം നമ്മൾ പറയുന്നില്ല, നമ്മൾ പുറകാലെ ചെയ്തുകൊണ്ടിരിക്കും. തീർച്ചയായിട്ടും. എന്തായാലും നമ്മളിപ്പം ഇപ്പോൾ BJPയുടെ കാര്യകർത്താക്കൾ കൂടി ചേരുകയാണ്. നമ്മുടെ വാർഡിലെ വിജയത്തെ പറ്റി എങ്ങനെയാണ് അതിനുള്ള പ്രയത്നങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു? തീർച്ചയായിട്ടും അഭിമാനകരമായ ഒരു വിജയമാണ് നമുക്ക് BJPയെ സംബന്ധിച്ചിടത്തോളം കിട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് BJPക്ക് നല്ല വേരോട്ടമുള്ള ഈ നാരങ്ങാനം പഞ്ചായത്തിൽ ഇടതു വലത് ശക്തികളുടെ കുതന്ത്രങ്ങൾ കാരണം ജയിക്കാൻ പറ്റാതെ വന്നൊരവസ്ഥയിൽ കഴിഞ്ഞ 45 വർഷമായിട്ട് ഇടതുവശം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു വാർഡ് ഞങ്ങൾക്ക് പിടിച്ചെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം മുന്നിൽ നിർത്തിക്കൊണ്ട് ഞങ്ങൾ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുകയും അതിന് LJPയുടെ സാന്നിധ്യം ഞങ്ങൾ അതായത് താമര ചിഹ്നത്തിലല്ലാതെ വേറൊരു ചിഹ്നത്തിൽ മത്സരിപ്പിച്ച് ജയിപ്പിക്കാം, NDAയുടെ ഒരു ഘടകകക്ഷിയായിട്ട് വിജയിപ്പിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ പേരിൽ ഞങ്ങൾ ചെയ്തു. തീർച്ചയായിട്ടും അത് ഞങ്ങൾ BJPയെ സംബന്ധിച്ചിടത്തോളം NDAയെ സംബന്ധിച്ചിടത്തോളം വളരെ വിജയകരമായ ഒരു കാര്യമായിരുന്നു എന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും. ചേട്ടാ, നമുക്ക് ഈ മൊത്തത്തിൽ നമ്മുടെ പഞ്ചായത്തിൽ വലിയ മുന്നേറ്റം BJP കാഴ്ചവെക്കാനൊക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുന്നിലുണ്ടായിരുന്ന പ്രയത്നങ്ങൾ, എഫേർട്ടുകളൊക്കെ എങ്ങനെയായിരുന്നു? വളരെ 6 മാസക്കാലം മുമ്പേ രാജീവ് ചന്ദ്രശേഖരയുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് വികസിത കേരളം എന്ന സ്വപ്നത്തിൽ നമ്മൾ ഊന്നിക്കൊണ്ട് വികസിത നാരങ്ങാനം എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നാരങ്ങാനത്ത് നമ്മൾ ഇലക്ഷനെ നേരിട്ടത്. 6 മാസം മുന്നേ തന്നെ ഇലക്ഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൃത്യമായിട്ട് ഒരു 8 വാർഡുകൾ ടാർഗറ്റ് ചെയ്ത് തന്നെ ഞങ്ങൾ പ്രവർത്തനം ചെയ്തു. ആ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 6 വാർഡുകൾ നമുക്ക് ജയിക്കാൻ പറ്റി. നിസ്സാര വോട്ടിനാണ്, 10 വോട്ടിനാണ് ഒരു വാർഡ്, സിറ്റിംഗ് വാർഡ് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത്. അപ്പം എന്തുമായാലും നമുക്കൊരു BJPയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നാരങ്ങാനത്തൊരു 6 സീറ്റ് നേടുവാൻ സാധിച്ചു. തീർച്ചയായിട്ടും. എന്തായാലും ആ ഒരു വലിയ ആത്മവിശ്വാസത്തിൽ വലിയ വിജയം കൈവരിക്കാനായിട്ടുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് BJPയും അതോടൊപ്പം തന്നെ LJPയുടെ നമ്മുടെ നിയുക്ത മെമ്പറായിട്ടുള്ള ചേച്ചിയും ഒക്കെ തന്നെ. എന്തായാലും അവരുടെ കഠിനാധ്വാനത്തിൻ്റെയും ആ പരിശ്രമത്തിൻ്റെയും ഫലം തന്നെയാണ് വലിയ വിജയമായിട്ട് NDAക്ക് നാരങ്ങാനം പഞ്ചായത്തിൽ നേടുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. നാരങ്ങാനത്ത് നിന്നും അജയ് നായർക്കൊപ്പം ഗൂഗിൾ രമേശ്, ജനം.